കിഴങ്ങല്ലത്, സോയാബോൾ. സോയാബോൾ, സോയ കണ്ടോ, ഇതല്ലേ സോയാബോൾ ഫ്രൈ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇച്ചിരി കഴിയട്ടെ, അത് ഫ്രൈ ചെയ്യും കേട്ടോ. അന്നേരം തരാം. പോയി പല്ല് തേക്ക്, ചെല്ല്, പല്ലൊക്കെ തേച്ച് കുളിക്ക്, ചെല്ല് പോനെ. കുഞ്ഞേ, നാരായണി, അവക്ക് പല്ലതൊക്കെ കൊടുത്താടാ. മൂടിക്കെട്ടി മഴയ്ക്കുള്ള സംഭവം കേട്ടോ. ഞാനത് മഴയൊക്കെ ഒന്ന് കുറഞ്ഞെന്ന്. ഇന്നലെ അങ്ങനെ വലിയ മഴയില്ലായിരുന്നല്ലോ, ഇന്നലെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ മൂടിക്കെട്ടി കേട്ടോ, ഒന്നുകൂടി ഇരുട്ടായി മഴ കേട്ടോ. ശാമ്പുവിയൊക്കെ പോകാറായി അപ്പോഴാ. അർച്ചനാ, അങ്ങോട്ട് പോകുന്ന എന്തിനാ മോൻ? മോൻ ഇങ്ങോട്ട് വാ. ആരാണ്ട് കൊണ വിളിരിപ്പുണ്ടേ. ഇത് തിരിച്ച് ചെരുപ്പിട്ടേക്കുന്നു. അവിടുന്നേ ഞാൻ ഇട്ട് കൊടുത്തില്ലെങ്കിൽ വാ. കുഴപ്പമുണ്ട്. അമ്മ ഈ ഉമ്മ തരണല്ലോ ഇവിടെ പൊന്നു. തുറന്നു തരാം. വെയിലും വന്നു, മഴയും വരുന്നുണ്ട്. വെയിലിനെന്ത് പ്രാന്ത് മഴയ്ക്ക്. മഴ വന്നിട്ടില്ല ഇപ്പം. ഇത് മഴയില്ലായിരുന്നോ? പിടിച്ചോളെ, താഴെ വീടുവേ. അയ്യോ, ചേച്ചി ഇറങ്ങിയോ? എന്താ പോൻ. കൊട എടുത്തോ? ആ സൈഡിൽ ഇരുന്നേ. ഉറപ്പായിട്ട് എടുത്താ? ഹായ്, പേരെന്നാ? മിനിയമ്മ. പൈസ ഒക്കെ ഉണ്ടോ? ചില്ലറയുണ്ടോ? ആ കയറി വരുന്ന അമ്മ എന്നും കാണും ഈ സമയത്തെ. അപ്പോൾ അമ്മയോട് ഭയങ്കര സ്നേഹം കേട്ടോ. ആ അമ്മയ്ക്കും അതെ. പണിയുണ്ടോ? ആർക്കാ പണി? അവിടെയുണ്ട്, വീട്ടിലുണ്ട്. എപ്പോഴും വർത്താനം പറയാതെ പുള്ളിക്കാരി ഇവിടെ ഇറങ്ങത്തില്ല. അവരുടെ വീട്ടിലുണ്ട്. പൊന്നു പോയിട്ട് വാ കേട്ടോ. ആ ചേച്ചിയുണ്ട്. കൊച്ചു ഇവിടെയില്ല. ചേച്ചി വീട്ടിലുണ്ട്. അവിടെ ചേച്ചിയും ചേട്ടനും മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് അവിടെ പണിയില്ല മോനെ. എന്താ കറി? കറി മീൻകറി. ചോറോ? ആ ചോറ്. പോയിട്ട് വായേ. ആ എന്താ അമ്മച്ചി, ആ പട്ടിക്ക് എന്നാത്തിൻ്റെതാണോ എനിക്കറിയാൻ മേലെ ചോദിക്കാം. പിള്ളേർ പോയതിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്റെ ഹലോ, ഒരു കലവില്ല, സമയം ഉണ്ട്, പക്ഷെ സമയമില്ല. ആളുണ്ട്, സമ്മതിച്ചു. ചേച്ചി ബസ് പോവും. തീർന്നോ? അവളുമാർ പോയതിൻ്റെയാ. ഇവിടെ നാല് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഇവ കുരയ്ക്കുന്നത്, കയറി വരുമ്പോഴല്ല. ആരുമില്ല, ബാ. എന്തി അകത്തെങ്ങാണ്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് വരാമേ. എന്നാടാ, എന്താ നിന്റെ പ്രശ്നം? അവർ പോയോ? വൈകിട്ട് വരും കേട്ടോ. അതുവരെ മോനെ അവിടെ കിടന്നോ. കേട്ടോ? ഇല്ല, വാ.
പോലെ ടി വി കാണുവാ വാ. സ്കൂളിൽ പോയിട്ട് വരാന്ന് ആ വരാമെന്ന് എനിക്ക് മനസ്സിലായി. രാജേട്ടൻ എന്ത് രാജേട്ടൻ അവിടെ കണ്ടുണ്ട്. കേട്ടോടാ വാലാട്ട് ഇങ്ങനെ വാലാട്ടില്ല പറഞ്ഞു പോകും കേട്ടോ. ആ പോവാം ബസ് ആ ചേട്ടൻ എടുക്കുക ഞാൻ നിന്റെ കൂടെ വരുവാ. പെട്ടെന്ന് വാ. പെട്ടെന്ന് പോടി. എളുപ്പം അപ്പൊ ചേട്ടൻ എവിടെ പോവാ നീ ചോദിച്ചു. പണിക്ക് പോവാ വാ. ക്ലാസ്സിൽ പോ രാജുവൊക്കെ അറിയാമല്ലോ. പെട്ടെന്ന് വന്നേ. പോവാ ബസ് വരുവോ? സമയം പോയടി പെട്ടെന്ന് പോടി. ആ ആ ആ ആ ഇവളുടെ അതെ. അപ്പേ എടി ഒന്ന് നടപ്പുവാ എടി പറമ്പിൽ പോവാ. പിടിച്ച് ചേട്ടൻ പറമ്പിൽ പോവാണോ? ചേട്ടൻ പറമ്പിൽ പോവാന്ന് നിന്നോട് വരുന്നെങ്കിൽ വരാം. ചെല്ല്. പറമ്പിൽ പോകുന്നേ പറമ്പിൽ അവിടെ പണിയാണ്. പണിക്ക് പോവാ. പണിക്കല്ല പറമ്പിൽ പണിയ. ആ പണി പുല്ല് വെട്ടണം. പറയാ പിന്നെ പുല്ല് വെട്ടിച്ച് അല്ല മാത്രമല്ല. സോറി വിറക് മതിയോ? ആ അതൊന്നുമല്ല. പിന്നെ എന്താ പണിയാ? എന്നാണ് പറ. എനിക്കറിയത്തില്ലല്ലോ. ഇത് മുണ്ടക്കയം. ആ മുണ്ടൊക്കെ ഇന്ന് തെളിഞ്ഞു നിൽക്കുകയാണല്ലോ. വിജയമ്മ ഇപ്പൊ പോയാ എന്ത് ഉണ്ട്. എനിക്കിവിടെ കുറേ പണിയുണ്ട് ഇനി. എൻ്റെ അമ്മ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടല്ലേ. 7:36 എന്ന് വെച്ചാൽ താമസം കേട്ടോ. ബസ് ഇവിടെ വന്നു കാണുമെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ മേശപ്പുറ കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് നിന്റെ ബസ് വന്ന് കിടക്കണം കേട്ടോ. വാ 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 ആ വാ 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 പോവാം. ബസ്സിനാണോ പോകുന്നേ? ആര് പോകുന്നേ? ആരാ അപ്പൊ ടാറ്റ. ആ ചാറ്റൊക്കെ അവിടെ ചെന്നിട്ട്. രാവിലെ അടിപൊളി കാലാവസ്ഥയാണല്ലോ. നല്ല തൂക്കം.
വന്നാലും അറിയും. കറുപ്പിന് അങ്ങനെ കുഴപ്പമുണ്ട്. ഡിമാൻഡാ. ആഹാ വെയില് വെയിലൊക്കെ വന്നു തുടങ്ങി. വെയിൽ വന്നോ? ആ അമ്പലത്തിൽ പോയോ? പെട്ടെന്ന് വന്നല്ലോ. കൊച്ചുകൾ വന്നു കഴിഞ്ഞിട്ടാണോ ബസ് വന്നേ? ഒത്തിരി നേരമായോ? ആണോ? നാരായണ നേരത്തെ ഇറങ്ങിപ്പോയോ? എന്താണ് വെയിലുണ്ട്. ആ വെയിലത്തെങ്ങാനും പോയി നിൽക്കാൻ നോക്ക്. നീയൊക്കെ പൊടി ഉണ്ടോ? വെയിൽ ഉണ്ടാക്കുന്നതാ ഇപ്പോഴങ്ങനെ കാണാൻ പറ്റുന്ന പ്രതിഭാസം നല്ലത് ഈ വെയിലെന്ന് പറയുന്നത്. എപ്പോൾ വേണേലും മാറാം. തുണി ഉണങ്ങാനായിട്ട് അവിടെ എങ്ങനെ കൊണ്ടുവച്ചിടല്ല കെട്ടിയിടാം. രാവിലെ മുതൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാ കേട്ടോ. അന്നത്തെ പോലല്ല, പക്ഷെ ഇതൊന്നും നല്ല കാറ്റാ. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് തുണി അലക്ക, തുണി ഉണക്ക ഒക്കെ പരിപാടികളാണ്. എല്ലാം കഴിഞ്ഞില്ലേ? ജയവർത്തി ജയോട് പറഞ്ഞാണ്. വൈറ്റമിൻ ഡിക്ക് വേണ്ടി കിടക്കുന്നവനാണ്. കിടക്കടാ അവിടെ. അംഗനവാടിയിലോ? ആരംഗനവാടി? സ്കോളർഷിപ്പിന്റെ സംഭവങ്ങളെല്ലാം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഊഴിയപ്പെടുത്തിയോ? ഇനി ആരോട് പറയാം? പൊട്ടിപ്പോയെ ഓട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെ അത് പിന്നെ അറിയാലോ കാര്യങ്ങളൊക്കെ. തുണി എടുക്കണം, ഒറ്റ കൊണ്ട് വെച്ച് മറ്റേ പിരിച്ചില്ലേ? ആ അത് ചോളത്തിന്റെ ഒരു പുട്ടുണ്ടാക്കണം. വേണ്ട പിന്നെ ചോളം ഇരിക്കുകയാണോ? ആ എന്നാ ശരി. വെയിലൊക്കെ പോയി മൂടിക്കെട്ടിട്ടുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലോ. ഇതെടുത്തേക്കാം. എടുത്തു. എന്നാ ചെയ്യുന്നത്? വെയിൽ വന്നില്ല. പിന്നെ വെയിൽ വന്നില്ല. ഇല്ല, മൂടി കെട്ടിയുണ്ടോ ആകാശം? രണ്ടിടത്ത് ഓണാക്കിട്ടത്. ഏതോ ഒരു മീനാ ഞാനൊരു മേടിച്ച. എനിക്കറിയില്ല എന്നാ മീനാന്ന്. ഇങ്ങനെ നീണ്ടിരിക്കുന്ന മീന, വേറെ ഒന്നുമില്ല. സിലോപ്പിയ പിന്നുള്ള പിന്നെ മത്തി ഉണ്ട് കേട്ടോ. 360 രൂപ. അതിനാ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കിച്ചൺ ടി വി ഓഫ്. പാമ്പ് പോയിരിക്കുന്നുണ്ടോ?
In Kottayam, it's 28 degrees Celsius. Alexa. Cloudy. കിച്ചൺ TV ഓഫ്. മലയാളത്തിൽ ഇത് ഈ സാധനം നിനക്ക് ഇല്ലെങ്കിൽ മേടിക്കായിരുന്നു. 160 രൂപ ഇതിന്. ബാക്കി വിലയുടെ തന്നെ നല്ല. നമുക്കൊരു മര്യാദയൊക്കെ വേണ്ടേ? ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അങ്ങനെ എൻ്റെ തുണിയെല്ലാം ഏകദേശം ഉണങ്ങി. ഇത്രയും കൂടെ ഉള്ളു ഇനി ഉണങ്ങാൻ. എനിക്ക് വലിയൊരു സന്തോഷമായി. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്നോർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അല്ല ആരെയാ? ഈ വർഷം കിട്ടുമോ? അടുത്ത വർഷത്തേനുള്ളതാണോ ഇന്ന് ഈ പ്രാവശ്യം അളവെടുത്തേ? വേടാ കയറിപ്പോടാ, കുട്ടി കയറിപ്പോടാ. ലോകി ഓടിക്കാൻ വന്ന നാരായണമായിട്ട്. ഉണങ്ങിയില്ല, എല്ലാം കാറ്റുള്ളതുകൊണ്ടാ. നല്ല കാറ്റല്ലേ? കണ്ടുപോയോ? ഇല്ല, അത് പോയി. ആ ഓപ്ഷൻ പോയി എത്ര നേരം. ചെരുപ്പ് അല്ലേ? ആണോ? ഭയങ്കരം. പിന്നല്ല, പോന്നേ ബാറ്ററി ഒക്കെ ഉണ്ടോ? ഇനി ഇതൊക്കെ പൊക്കണം. എന്നാടാ എന്നാ? ആല്ല എവിടെയും പോയി കഴിഞ്ഞാൽ പിന്നെ അവനൊരു രക്ഷയില്ല കേട്ടോ. അല്ല വന്നാൽ കഴിക്കത്തില്ല, പോയാലേ കഴിക്കുള്ളൂ. ഇല്ല, വന്നില്ല. ആ അവക്ക് പിന്നെ അങ്ങനൊന്നും ഇല്ല. എല്ലാം അവക്കൊരു ഇതില്. ആ ചില ദിവസം മാത്രമേ ഉള്ളൂ മടുത്ത പോലെ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ അതൊന്നുമില്ല. എഴുന്നേക്കാൻ മാത്രം രാവിലെ ശാലം മഴ. എഴുന്നേറ്റ് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. എന്നാടാ നിനക്ക് എന്നാ പ്രശ്നം? നിന്റെ എന്നെന്ന്? ഓ വലിയ പുള്ളി. എടാ നിനക്ക് എന്നാടാ? നിന്റെ പ്രശ്നം എന്നാ നിനക്ക്? ഓ ഉണ്ടായിരുന്നേ സിംബ. പോടാ അയച്ചു വിടത്തില്ല അവനെ. പറഞ്ഞാലേ ശരി അനുസരണക്കുറവുണ്ട് ഇതായിട്ട്. അങ്ങോട്ട് ആഹാ അലാറം വെച്ചേക്കാവോ? രാവിലെ എണീക്കാതിരുന്ന പോലെ. അഥവാ ഞാനിനി എണീറ്റില്ല കൂടി എന്നെ ഒന്ന് വിളിച്ചോണം. നീ രാവിലെ എണീക്കുന്നല്ലേ? അയ്യോ ദൈവമേ, ഉള്ളിവിടക്കകത്ത് ഉള്ളി കളയുന്നു. എന്നാ പിന്നെ എന്തിനാ കഴിക്കുന്നേ? പിന്നെന്താ, ഇഞ്ചിയാണോ? അതെന്താ കഴിച്ച? ഇഞ്ചി നല്ലല്ലേ കഴിച്ചത്? ഇഞ്ചിക്ക് എന്നത്?
അയ്യോ, ഉള്ളിവിടക്കകത്തുനിന്ന് ഉള്ളി കളയുമോ? 5:46 കുഞ്ഞ് വന്ന് കാണുമായിരിക്കണം. ഇറങ്ങ അങ്കിളെ ടാറ്റാ. അങ്കിളെ ടാറ്റാ. ടാറ്റ വന്നു. അയ്യോ. ആ ഇതിനാ മുടിയൊക്കെ ഇങ്ങോട്ടിരിക്കുന്നേ? നീ എന്നോട് യുദ്ധമായിരുന്നു. പാല് കുടിച്ചോ? പാലോ? പാലൊക്കെ മേടിച്ചു, നാരായണ മേടിച്ചു. കൂട്ടിയൊക്കെ പടത്തി ഇട്ടിട്ട് സാധനം പിടിക്കുമ്പോ എന്നാ സാധനം എന്നാ സാധനം കൊറേ പച്ചക്കറി തൊടുന്നു. റെയിൻകോട്ടോ? എന്നാ അതിനാ? എന്തിനാ റെയിൻകോട്ടോ? മഴയില്ലല്ലോ. അവിടെ ഒന്നും ആരുമില്ല, വിട്ടുപോക്കോ വീട്ടിലോട്ട് നേരെ. അത് എളുപ്പം നടത്തില്ലടി, ഇവിടെ ആരുമില്ല. പോക്കോ. ആ മീനമ്മ. ആ അറിയത്തില്ല, എവിടെയോ പോയി. പറമ്പിൽ പോയാ? മതി മതിയെന്നേ. ഒന്ന് പോകാവോ? എന്നാ ഒന്ന് പോകാവോ? വീട്ടിൽ പോ. എനിക്കെന്നതിനാ ബാഗ് ഇവിടം വരെ വരാൻ, നിന്നെ കൊണ്ടുപോകാൻ. പോയി പോയ. തക്കോട് വന്നോ? അപ്പയുടെ വീട്ടിലോ? ആർക്കാ ഉള്ളത്? അപ്പയുടെ കൂട്ടുകാരുണ്ട്. വീട്ടിലോ? വീട്ടില്ല, കടയില്. ഏത് കടയില്? പോലീസ് കൊണ്ട് വിട്ടിരിക്കുന്നു. ഒന്നുമില്ല എടുക്കാൻ. ഇല്ല, ഞാൻ ഇന്ന് നീ അവിടെ ഇല്ല ആരും. എന്തോ ഉണ്ട്. ആരോട്? ആരുമില്ല, വാതിലടച്ചേക്കുന്നുണ്ടോ? എന്തോ ഉണ്ട്, അങ്ങോട്ട് പോക്കൂ. വേണ്ട, നീ മിണ്ടിപ്പോയല്ല ആരോടും, വിട്ടുപോക്കോണം വീട്ടിൽ കേട്ടോ. ആ അതങ്ങനെ നീ അലമ്പാ. ഓയ് എന്നാ 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 ഇത്? നീനാ ഇതേ പറ. വരുന്നില്ലേ? പോടി. അതാരാ? എനിക്കറിയത്തില്ല. ആ അത് മിനി ചേച്ചി. രമ എന്തിയടി? ആ പിന്നെ ഇവിടെ ചോദിച്ചാ എന്നാ നോക്കുന്ന? എന്തി ഏ വീട്ടിൽ? മതിയോ? ആ ഓ കാട്, കാടുകൾ അജുമായി ചപ്പ ചവ പുല്ലൊക്കെയാ. ആര്?
നമുക്കിന്ന് എന്താ പറ്റിയ? ചേച്ചി ഞാൻ വന്ന് പണി അടുക്കള. വേണ്ട വേണ്ട, വിളിക്കണ്ട. പോവാം പോവാം പോവാം. വരത്തില്ല നീ, പണിയാന്ന് അടുക്കള. വരുവോ? ഇല്ലെന്ന്. ആ വാ 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 വരാൻ. കുളിക്ക് വന്നു പാടി. കുളിക്കാൻ പോയിരുന്നു. തള്ളി വിടാം, തള്ളി. ഇവിടെ ആരുമില്ല, അവിടെയൊക്കെ എല്ലാവരും വന്നതേ ഉള്ളൂ. നമ്മുടെ രാജകുമാരി വരുന്നുണ്ടെന്ന് തോന്നുന്നു. താഴത്തെ മിനിച്ചേച്ചിയുടെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവൻ കുറയ്ക്കുന്ന പോലൊന്നും അല്ല, അവന് ആവശ്യത്തിന് മാത്രം കുറയ്ക്കുള്ളൂ. ഇപ്പോൾ തന്നെ അവിടുത്തെ പട്ടി വരെ കേൾക്കുമ്പോൾ അറിയാം വരുന്നുണ്ടോന്ന് ഇങ്ങോട്ട് ആള്. എൻ്റെ അമ്മച്ചി നോക്കട്ടെ. ജയൊന്നും കാണുന്നില്ലോടി. ജയൊന്നും ഇല്ലല്ലോ. നോക്കി ഇല്ല, നോക്കി കാണുന്നില്ല. അവിടെ പോയാളുമാർ ഇല്ല ഇല്ല. പോ. ആ വീട്ടിലുണ്ട്. ആ മതി. ഞാൻ പറഞ്ഞില്ല എൻ്റെ ചക്കര വരുന്നുണ്ട്. അയ്യോ ഓടണ്ട ഓടണ്ട, ഓടി തളരണ്ട. എൻ്റെ ഓമന പൂമുഖം വാടും. ബാ പതിയെ വന്നാൽ മതി. ഈ നമ്മുടെ പട്ടി എന്തിനാണ് കുറയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സുന്ദരിയെ നമ്മുടെ പൊണ്ണുടെ ചേച്ചിയോ? ബാ ചേച്ചി അവിടെ ഉണ്ട്. ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം. നീ വന്നെന്ന് അറിഞ്ഞു കേട്ടോ ഗൂഗിള്. ഹായ് ശാംഭവിന്ന്. നീ വരേണ്ട സമയം ഏതാ, പക്ഷെ ഇന്ന് ലേറ്റാ വണ്ടി. ഓ ഇപ്പോഴല്ലേ വന്നേ അമ്മേനെ? പിന്നെ 50 ആയപ്പോഴാണ് വന്നത്. മോനോ ഇത് അവളെ ചായ, മൂന്ന് ചായ. ആ കായും കാലൊക്കെ തേങ്ങ കണ്ടിട്ട് അതൊക്കെ തേങ്ങ കണ്ടിട്ട് തരാം. വേണ്ടേ കുടിക്കൂടാ മോനെ, വേണ്ടേ? ചായ ആക്കി കൊടുക്കടി, ചായ കുടിച്ചിട്ട് കുളിച്ചോളൂ. ഇത് മതിയോ? നാരായണി നിന്നോട് ഗൂഗിൾ എന്താ പറഞ്ഞു? ഞാൻ നോക്കട്ടെ. ഇത് മതി. ഇത് കാണിച്ച ഹെന്ന ടീച്ചർ വരച്ചത് നിങ്ങൾ കാണിച്ച ശംഭു. വാ ഒന്ന് കാണിച്ചോ. പിന്നെ ഏതാ കൊച്ചിനറിയാവല്ലോ ഏതാന്ന്. ഒന്ന് കാണിച്ചേ. ഒന്ന് കാണിക്കടോ, അത് കുത്തി വരച്ചതല്ലേ? ആ എടാ അതല്ല, ഹെന്ന സിസ്റ്റർ വരച്ചില്ലേ? മോൻ വരച്ചതാണോ ഹെന്ന സിസ്റ്റർ? ഇത് കാണിച്ച് എന്നാ വേണ്ട, ഞാൻ ഓഫ് ചെയ്യട്ടെ. കൊണ്ട് കാണിക്കാമല്ലോ. യെല്ലോ അത് കാണിച്ചേ. അങ്ങനാണോ കാണിക്കേണ്ടത്? ഇങ്ങനെ കാണിക്കേണ്ടത്. ഇങ്ങനെ. ഇത് ഷാമ്പൂ വരച്ചതല്ലോ. ഓ ഇതാണോ ബ്ലൂ ഒന്ന് കാണിച്ചത്? കാണിച്ചേ.
അയ്യോ ഇത് എൻ്റെ അമ്മ ഇങ്ങനല്ല കാണിക്കണ്ട. ഇത് ബ്ലൂ, ഇത് ഷാമ്പു വരച്ചാണോ? മിടുക്കനല്ലേ നമ്മുടെ കുഞ്ഞ്, മിടുക്കൻ. അവന് വീണ്ടും തുടങ്ങി. എന്നാ എന്നാ എടാ മിണ്ടായിരിക്കും ആരാണ് പറഞ്ഞു. അത്യാവശ്യം തുണിയെല്ലാം ഉണങ്ങി കിട്ടി. കുളം ഫുള്ള് നിറഞ്ഞ്.